ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് എത്രമാത്രം അൺപ്രഡിക്റ്റബിൾ ആണ് എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ റാലി. എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബിയറിഷ് മാർക്കറ്റിനെ കുറിച്ചുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റാലി നമ്മൾ കാണുന്നത്. ആത്യന്തികമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ബിയേഴ്സും ബുൾസും തമ്മിലുള്ള യുദ്ധമാണെന്ന് നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ ബിയേഴ്സ് ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസിനായിട്ട് കാത്തിരിക്കും. അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആക്ട് ചെയ്യും, അങ്ങനെ താഴോട്ടേക്ക് വരും. ഇനി മാർക്കറ്റ് മുകളിലോട്ട് കൊണ്ടുപോകാൻ ബുൾസ് ഒരു പോസിറ്റീവ് ന്യൂസിനായിട്ട് കാത്തിരിക്കും. അത് വരുമ്പോൾ അവർ നന്നായി ബൈ ചെയ്യുകയും മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ വന്ന ഒരു പോസിറ്റീവ് ന്യൂസാണ് ഇന്നത്തെ ഒരു റാലിക്ക് കാരണമായിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എക്കണോമി ആയിട്ടുള്ള US-ൻ്റെ എക്കണോമിക് ഡാറ്റ അത് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഭയപ്പെട്ട സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ആ ഒരു റിസഷൻ ഫിയർ ഇല്ലാതാക്കുകയും ഗ്ലോബൽ മാർക്കറ്റ് റാലിയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇന്നത്തെ മാർക്കറ്റ് റാലിക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് പെർഫോമൻസിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. R4യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നിഫ്റ്റി ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാർജ് ക്യാപ് 100 സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അത് 1.66% ഒരു അപ്വേർഡ് മൂവാണ് കാണുന്നത്. നിഫ്റ്റിയിലെ മിഡ് ക്യാപ് 150 സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അത് 1.82% ഒരു അപ്വേർഡ് മൂവ് കാണിച്ചു. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 എടുത്തു കഴിഞ്ഞാൽ 1.71% ഒരു അപ്വേർഡ് മൂവും കാണിക്കുകയുണ്ടായി. ഇനി നമ്മൾ സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറുകളും പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും അധികം റാലി നടന്നുള്ളത് നിഫ്റ്റി IT സ്റ്റോക്കുകളിലാണ്. 2.89% ഒരു വമ്പിച്ച റാലിയാണ് IT സ്റ്റോക്കുകളിൽ നടന്നത്. തൊട്ടു പിന്നിൽ നിഫ്റ്റി റിയാലിറ്റി സെക്ടറിൽ 2.49% റാലി നടന്നു. അതുപോലെ നിഫ്റ്റി മീഡിയയിൽ 2.09% റാലി നടന്നു. നിഫ്റ്റി ഓട്ടോ 2.01% റാലിയും നടക്കേണ്ടായി. അപ്പോൾ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 47 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്യുകയും വെറും 3 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. അത് ഡോക്ടർ റെഡ്ഡി ലാബ്സ്, ഡിവിസ് ലാബ്സ്, അതുപോലെ SBI ലൈഫ്, ഈ 3 സ്റ്റോക്കുകൾ മാത്രമാണ് നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകളിൽ റെഡിൽ ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റിയിലെ ഏറ്റവും നല്ല റാലി നടന്നിട്ടുള്ളത് വിപ്രോ സ്റ്റോക്കിലാണ്. 4% കൂടുതൽ റാലിയാണ് വിപ്രോയിൽ നടന്നിട്ടുള്ളത്. ടെക് മഹീന്ദ്രയിൽ 3%-ലധികം റാലി നടക്കേണ്ടായി. ഗ്രാസിമിൽ 3% മുകളിൽ റാലി നടന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 3% മുകളിൽ റാലി നടന്നു. അതുപോലെ ടാറ്റ മോട്ടോഴ്സിലും 3% മുകളിലുള്ള റാലി നടക്കേണ്ടായി. നിഫ്റ്റി 500 സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 416 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്യുകയുണ്ടായി. 85 സ്റ്റോക്കുകൾ മാത്രമാണ് താഴേക്ക് വന്നത്. മൊത്തത്തിൽ നമ്മൾ നിഫ്റ്റി 500 സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ റാലി നടന്നത് CDSL-ലാണ്. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആകുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കുന്ന സെക്ടറുകളാണ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ നൽകുന്ന സ്റ്റോക്കുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് CDSL. CDSL ഏകദേശം 10%-അടുത്തുള്ള ഒരു റാലിയാണ് ഇന്ന് നടന്നത്. സെൻസാർ ടെക് എന്ന് പറയുന്ന IT സ്റ്റോക്കിൽ, അതുപോലെ നിപ്പോൺ ഇന്ത്യ AMC, അതുപോലെ പോളിസി ബസാർ, വെൽസ്പൺ കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളിലും 7% മുകളിലുള്ള റാലി നടക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ IT സ്റ്റോക്കുകളിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പേര് സാക്സോഫ്റ്റ് എന്നാണ്. അപ്പോൾ ഇതൊരു സ്മോൾ ക്യാപ് IT കമ്പനിയാണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 30% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്ര നാളും മാർക്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതൊരു 2% ഒരു നേരിയൊരു മുന്നേറ്റം ആ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമാണ് നൽകിയത്. സ്വാഭാവികമായിട്ടും മൊത്തം IT സെക്ടർ ഡൗൺ ആയ സമയത്ത് എല്ലാ സ്റ്റോക്കുകളും അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ള നിലക്ക് ഈ സ്റ്റോക്ക് കുറച്ചുകൂടി അധികം അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോഴും 31.1% എന്നുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു PE റേഷ്യോ ആണ്. കാരണം ഇൻഡസ്ട്രി PE 39.5 ആണ്. അതിൻ്റെ ഒരു 10 പോയിന്റ് താഴെയായിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ക്വാർട്ടർ റിസൾട്ടുകൾ വന്നപ്പോൾ നമുക്കറിയാം, പല IT സ്റ്റോക്കുകളുടെയും ഏകദേശം 90% സ്മോൾ ക്യാപ് IT സ്റ്റോക്കുകളുടെയും റിസൾട്ട് മോശമായിരുന്നു. അത് ഒന്നുകിൽ ഇയർ ഓൺ ഇയറിൽ അത് ലോസ് ആയിരുന്നു, അല്ലെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ലോസ് ആയിരുന്നു. എന്നാൽ സാക്സോഫിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 9.56% ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രോഫിറ്റിൽ 1.75% നേരിയതാണെങ്കിലും വളർച്ച നമുക്ക് കാണാൻ കഴിയും. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും ഈ സ്റ്റോക്കിൽ 3.13% ഒരു വളർച്ച കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 10% വളർച്ചയും കാണാൻ കഴിയും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല IT സ്റ്റോക്കുകളും മോശം റിസൾട്ടുകൾ നൽകിയപ്പോൾ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നൽകി എന്നുള്ളതാണ് സാക്സോഫ്റ്റിനെ ലൈം ലൈറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു കോൺഫറൻസ് കോള് നോട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയും, അവർ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ക്വാർട്ടർലി റിസൾട്ടിൽ പ്രത്യേകിച്ച് ഗ്ലോബൽ IT സെക്ടർ മൊത്തം ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ നൽകി എന്ന അഭിമാനത്തോടെയാണ് അവർ അവരുടെ കോൺകോൾ നോട്ട്സ് ആരംഭിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് മോഡൽ അവർ റീഓർഗനൈസ് ചെയ്തതായിട്ട് നമുക്ക് അതിൽ കാണാൻ കഴിയും.
അവരുടെ ബിസിനസ് അവർ 4 ഗ്രോത്ത് യൂണിറ്റുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിലൊന്ന് ഫിൻടെക് മേഖലയാണ്, രണ്ടാമത്തെ ഹൈടെക് മീഡിയ ആൻഡ് യൂട്ടിലിറ്റി മേഖലയാണ്, മൂന്നാമത്തെ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് മേഖലയാണ്, അതുപോലെ റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സ് മേഖല. അപ്പോൾ ഈ ഒരു 4 മേഖലകളിലായിട്ട് അവരുടെ ബിസിനസ്സിനെ അവർ റീഓർഗനൈസ് ചെയ്തതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് പോസിറ്റീവായിട്ട് അവരുടെ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൂടാതെ അവർ 2 നയപരമായ തീരുമാനങ്ങൾ ഈ ക്വാർട്ടറിൽ നടപ്പിലാക്കിയിരുന്നു. അതിലൊന്ന് ഓഗ്മെന്റോ ലാബ്സ് എന്ന് പറയുന്ന കമ്പനിയെ ഇവർ അക്വയർ ചെയ്തു. ആ കമ്പനി പ്രധാനമായിട്ടും ഹൈടെക് മീഡിയ യൂട്ടിലിറ്റി സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിനെയാണ് ഇവർ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ ഇവർ ഈ ക്വാർട്ടറിൽ എടുത്തിട്ടുള്ളത് 1:4 റേഷ്യോയിൽ ഇവർ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 തീരുമാനങ്ങൾ ഇവരുടെ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഭാവിയിൽ ഉണ്ടാക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവരുടെ സെയിൽസ് ഈ FY25 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അത് 1000 കോടിയിലേക്ക് മുകളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് ഇവരുടെ സെയിൽസ് എന്ന് പറയുന്നത് 762 കോടിയാണ്. അപ്പോൾ ആ 762 കോടിയിൽ നിന്ന് 1000 കോടിയിലേക്ക് റവന്യൂ വർദ്ധിപ്പിക്കാനാണ് വരുന്നത്. അത് ഏകദേശം 27 to 28% ഒരു റവന്യൂ ഗ്രോത്ത് ആണ് ഈ FY25 അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഈ കമ്പനിയിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് വരും ക്വാർട്ടറുകളിൽ പരിശോധിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് IT കമ്പനികൾ പ്രധാനമായിട്ടും ടയർ 1, ടയർ 2, ടയർ 3, ടയർ 4 എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ടയർ 1 നമുക്ക് കാണാൻ പറ്റുന്ന ലാർജ് ആയിട്ടുള്ള IT കമ്പനികളാണ്. ഇപ്പോൾ വിപ്രോ, HCL ടെക്, ഇൻഫോസിസ്, TCS പോലെയുള്ള ലാർജ് കമ്പനികളാണ് ടയർ 1 എന്നുള്ള കാറ്റഗറിയിൽ വരിക. ടയർ 2 നമുക്ക് മൈൻട്രി, ലാസർ ആൻഡ് ടോബ്രോ, ഇൻഫോടെക്, അതുപോലെ എംഫസിസ്, പെർസിസ്റ്റന്റ് സിസ്റ്റം പോലെയുള്ള കമ്പനികൾ നമുക്ക് ടയർ 2 കാണാൻ പറ്റും. ടയർ 3 ഈ സെൻസാർ ടെക്നോളജി, സൈയൻറ്റ്, സൊനാറ്റ സോഫ്റ്റ്വെയർ, ബിർള സോഫ്റ്റ് പോലെയുള്ള കമ്പനികൾ ടയർ 3. ഈ ഒരു സെഗ്മെന്റിലാണ് ഇപ്പോൾ സാക് സോഫ്റ്റ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ടയർ 3 ടെക്നോളജി സർവീസ് കമ്പനി എന്നുള്ള ഒരു പൊസിഷനിൽ നിന്ന് ടയർ 2 എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് 2030 എത്തിച്ചേരാനുള്ള വലിയ എഫേർട്ടുകളാണ് അവർ നടത്തുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും വരും ക്വാർട്ടറുകളിൽ അവരുടെ അവകാശവാദങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോ ക്വാർട്ടറിലും പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഏകദേശം ഒരു 4% ഒരു ഹോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഈ കമ്പനിയിൽ 0 ആണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ സ്റ്റോക്കിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റർ റിലേഷൻ പ്രോഗ്രാമുകൾ ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ കോൺ കോളിൽ പറയുന്നുണ്ട്. കൂടാതെ ഇവരൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കാണാൻ കഴിയും. ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിൻ്റെ 66% സ്റ്റേക്ക് കൂടാതെ അതേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പബ്ലിക്കിൻ്റെ 25 കൂടാതെ ഒരു കാറ്റഗറി കാണാൻ പറ്റും. ഈ അതേഴ്സിൽ നമുക്ക് കാണാൻ കഴിയും സാക് സോഫ്റ്റ് എംപ്ലോയീസ് വെൽഫെയർ ട്രസ്റ്റ്. സാക് സോഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും ഈ കമ്പനിയിൽ നല്ല തോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് 4.61% ഹോൾഡിങ്ങും നമുക്കതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു IT റാലി അല്ലെങ്കിൽ ITയിലൊരു ബൂം ഭാവിയിൽ US എക്കണോമിയൊക്കെ ഉണരുമ്പോൾ വരികയാണെങ്കിൽ നല്ല തോതിലുള്ള ഒരു റാലി നടക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കാണ് സാക് സോഫ്റ്റ് ഇവിടെ സംസാരിക്കുന്നത്. സാക് സോഫ്റ്റിനെ കുറിച്ച് മുമ്പും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ബിസിനസ് മോഡൽ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. കൂടാതെ ഇവരുടെ ബിസിനസ് മെയിൻലി ഫോറിൻ കൺട്രീസിലാണ്, പ്രത്യേകിച്ച് US ഇവരുടെ മെയിൻ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ US എക്കണോമിയുടെ ഒരു തിരിച്ചുവരവ് തീർച്ചയായും ഈ കമ്പനിക്ക് ഗുണകരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.